നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാ. ദിവ്യദൃഷ്ടിയുണ്ട്. അതിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം 100% സത്യമായിരിക്കും. അമ്മയ്ക്ക് ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാം? പലരും അവരവരുടെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അറിഞ്ഞതാ. ഇത് പാല് മാത്രമല്ല, ഒത്തിരി ധാന്യങ്ങളുണ്ട്. കുറുക്കിയെടുത്തതാ. ഓട്സ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പിന്നെ ബദാം, ഡേറ്റ്സ്, നട്ട്സ്. എന്നെ പരിപോഷിപ്പിക്കാം, എന്നിട്ട് എന്നെ കുളിപ്പിച്ച് പുതപ്പിച്ച് മൂക്കിലൊരു പഞ്ഞിയും വെപ്പിച്ച് ദേവടെ കിടത്താൻ. എന്താ ജഗദീഷേട്ടാ ഇങ്ങനെ ഏതു നേരവും വെട്ടുപോത്തിനെ പോലെ? എന്നാ പിന്നെ ഞാൻ നിന്റെ പുറകെ ഇണപ്രാവായിട്ടങ്ങ് വരാം. മതിയാ? എനിക്ക് നിന്റെ പാലും മഞ്ചാരൊന്നും വേണ്ട. പേടിയാ എനിക്ക്, നിന്നെ മാത്രമല്ല എല്ലാത്തിനെ. പേടിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടീ, കുറെ നാള് കൂടി കുടുംബത്തിനൊരു സമാധാനം വന്നതാ. എല്ലാം ശരിയായി വന്നപ്പോ അമ്മ ആ കുട്ടിയോട് അങ്ങനെ പറഞ്ഞത് മോശമല്ലേ? ഓ, അതാണോ? വല്യേട്ടൻ പുത്രി സങ്കടപ്പെട്ടന്റെ വിഷമത്തിലാണോ? എനിക്ക് സങ്കടം ഉണ്ടടി. എന്റെ മക്കള് കരഞ്ഞാ എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ? മീനാക്ഷിയുടെ ചെറിയച്ഛനാണടി ഞാൻ. അമ്മ അങ്ങനെ പറഞ്ഞത് കണക്കായിപ്പോയി. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. കാര്യമ്മ എന്നോട് പല കാര്യങ്ങളിലും പോരിന് വരുമെങ്കിലും ചിലപ്പോഴൊക്കെ അമ്മ പറയുന്നത് കറക്റ്റാ. ജഗദീശേട്ടൻ കണ്ടായിരുന്നോ? അവള് വലതുകാല് വെച്ച് ചെമ്പകമംഗലത്തോട്ട് കേറിയ ഉടനെ ഒരു കാക്ക ചത്ത് പൊത്തോന്ന് വന്ന് വീണത്. അതിന്റെ അർത്ഥം എന്തുവാ? അവൾ ഉള്ളിടത്ത് കാക്കയ്ക്ക് പോലും രക്ഷയില്ല. കറണ്ട് അടിച്ച് മാത്രം ചാവുന്ന കാക്കയ്ക്ക് ഈ ചെമ്പകമംഗലത്തെ ദുർമരണം. ഈ കാക്ക ചത്തതും പൂച്ച ചത്തതും പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിലോട്ട് വരണ്ട. ഞാൻ അത്ര അന്ധവിശ്വാസമൊന്നും അല്ല. ജഗദീശേട്ടൻ വിശ്വസിക്കണ്ട. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞു നടന്നോ? പക്ഷേ ഈ തറവാട്ടിലെ അനർത്ഥങ്ങളൊന്നും നിന്നിട്ടില്ല. അതൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. എടീ, ഈ വീട് നശിക്കുന്ന കാണാനാണല്ലോ നീ കാത്തിരിക്കുന്നേ. ഈ വീട് നശിച്ചാലുള്ള നഷ്ടം എനിക്കും എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കുമാ. അത് ജഗദീശേട്ടനേക്കാളും കൂടുതൽ എനിക്കറിയാം. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അമ്മയെ പോലെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിന് എന്നോട് വിരോധം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. മീനാക്ഷി ഈ ചെമ്പകമംഗലത്തിന്റെ നാശം തന്നെയാ, അതിന് സംശയം വേണ്ട. ഹലോ. സാവിത്രി, ഇതെന്താ സാറ് വിളിക്കാതിരുന്നത്? കാര്യമൊന്നും നടക്കാതെ ഞാൻ വിളിച്ചിട്ട് എന്താ കാര്യം? രാമഭദ്രന്റെ പിഴ അടയ്ക്കാൻ വേണ്ടി ഞാൻ ദുബായ് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. എന്നിട്ട് അവരതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തരുന്നില്ല. ഞാൻ ദുബായിലുള്ള എന്റെ ഫ്രണ്ട്സ് 2 പേരെ അങ്ങോട്ട് അയച്ചിരിക്കുക. ഞാൻ രാമഭദ്രന് അവിടെ അടയ്ക്കാനുള്ള ഫണ്ടെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. പക്ഷേ അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ട് സാവിത്രി. എന്താണെന്നറിയില്ല. ഞാനൊന്നുകൂടെ ട്രൈ ചെയ്യാം. ശരി. എവിടെയായിരുന്നു മുത്തശ്ശിയുടെ ഡിങ്കിരിമണി? മുത്തേ, മുത്തിനെ കാണാതെ മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് വിഷമിച്ചെന്ന് അറിയോ മോക്ക്? ഓയ്യുടോ കരയിലേ. എനിക്ക് വലിയ വിഷമമുണ്ട് രാജലക്ഷ്മി, അത് പറയാതിരിക്കാൻ വയ്യ. എന്താ കാര്യം? കൈമളേട്ടൻ പറ. നീ ആ മീനാക്ഷി കൊച്ചിനോട് കാണിക്കുന്ന അവഗണന
എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞിനെ നമുക്ക് വീണ്ടും കിട്ടാൻ കാരണക്കാരി നമ്മുടെ മീനാക്ഷി കൊച്ചാണ്. അവൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഇതിനെ ഇവിടെ തിരികെ കൊണ്ടുവന്നത്. എന്റെ കുഞ്ഞുമോള് പ്രസവിച്ചതല്ല ഈ കുഞ്ഞിനെ. സത്യം പറഞ്ഞ പ്രതികാരം ചെയ്യുന്നത് പോലെയാ കാർത്തി ഈ കുഞ്ഞിനെ മീനാക്ഷി കൊച്ചിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചത്. എന്നിട്ടും ഒരു നിധി വാങ്ങും പോലെ അവൾ ഇതിനെ വാങ്ങി. ഒരമ്മ കൊടുക്കുന്നതിനേക്കാൾ സ്നേഹം കൊടുത്ത് വളർത്തി. ഞാൻ കണ്ടിട്ടുള്ള പല അമ്മമാരും തോറ്റുപോകുന്ന സ്നേഹമാ മീനാക്ഷി ഇതിന് കൊടുത്തത്. ചിക്കിടി. എന്നിട്ടും എന്തിനാ രാജലക്ഷ്മി നീ അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? നീ നിന്റെ മൂത്ത മകൻ ജയറാമിനെങ്കിലും ഓർക്കണ്ടേ? രാജലക്ഷ്മി, നീ എന്താ എന്നെ കളിയാക്കുകയാണോ? അല്ല കൈമളേട്ട, കൈമളേട്ടൻ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുമായിരുന്നു. എങ്കിൽ പറ, നീ എന്തിനാ എന്റെ കുഞ്ഞിനെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത്? എനിക്കറിയാം കൈമളേട്ട, എനിക്കറിയാം. എന്റെ മനസ്സില് അവളോട് ക്ഷമിക്കാൻ പറ്റാത്ത എന്തോ ഒരു കരട് കിടപ്പുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് എന്റെ മനസ്സിൽ വന്ന് ചേർന്നതാ. നിന്റെ മനസ്സിന്റെ തകരാറുകൾ കൊണ്ട് നീറിപ്പുകയുന്നത് നമ്മുടെ കൊച്ചുമോളാ. 18 കൊല്ലം കാത്തിരുന്നിട്ടാ നമുക്കവളെ കിട്ടിയത്. ദൈവമാ ആ കുഞ്ഞിനെ നമുക്ക് തന്നത്. തിരുത്തണമല്ല, നോക്കട്ടെ. തെയ്യങ്കര കാവില് ഒരു സിദ്ധം വന്നിട്ടുണ്ട്. ത്രികാൽജ്ഞാനിയാ. 3 കാലങ്ങളും മുന്നിലും പിന്നിലും നോക്കി പറയാൻ കഴിവുള്ള ആളാ. അദ്ദേഹത്തെ ഒന്ന് കാണണം. അയ്യോടാ ഉമ്മ, മുത്തശ്ശിയുടെ മോള് കരയാണോ? കരയല്ലേ? അമ്മേ, അത്രയ്ക്ക് ഭയങ്കരനാണല്ലേ ഈ സിദ്ധൻ? ഭയങ്കരനൊന്നും പറയല്ലേ. അദ്ദേഹം ദിവ്യനാ, ദിവ്യൻ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാ. ദിവ്യദൃഷ്ടിയുണ്ട്. അതിലൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം 100% സത്യമായിരിക്കും. അമ്മയ്ക്ക് ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാം? പലരും അവരവരുടെ അനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അറിഞ്ഞതാ. സ്വാമികളെ കാണാൻ വന്നതാണോ? അതെ. ഇന്ന് സന്ദർശകരെ സ്വീകരിക്കുന്ന ദിവസമല്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.